ഇവള് വീണു. ഇപ്പം എനിക്കിങ്ങനെ ഒട്ടിച്ച് പരിചയമില്ല. ഇവളിപ്പോ വീണു. തൊട്ടപ്പുറത്ത് എന്റെ സ്കൂളാണ്. തൊട്ടപ്പുറത്ത് ഞാൻ പണ്ട് ഇവിടെ കുറെ വന്നതാണ്. വീടിന്റെ സ്ഥലത്തിന്റെ പേരൊക്കെ മാറ്റി. ഇത് ഇടം. ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു വി വ്ലോഗ്. ഞാൻ തുടരും പടം കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനും അമ്മയും വൈഷ്ണവൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടു. ഞാൻ ട്രിവാൻഡ്രത്ത് ഷൂട്ടിലായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കണ്ടില്ല. എൻ്റെ വീട്ടുകാരും പോയിട്ട് എല്ലാവരും പടം കണ്ടു. അപ്പോൾ ഞാനും വൈഷ്ണവും ഇവിടെ വന്ന് പടം കാണാൻ പോവുമായിരുന്നു തുടരും. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേഗം വരണം, ഫുഡ് പുറത്തുനിന്ന് കഴിക്കണമെന്ന്. അമ്മയും പറഞ്ഞു കേട്ടോ. അമ്മയാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും മൂടില്ല. അപ്പോൾ പറഞ്ഞു പറ്റില്ല പുറത്തുനിന്ന് കഴിക്കണമെന്ന്. തിരിച്ച് വന്നപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, ഇവരെന്നെ കളിയാക്കുമായിരുന്നു എന്ന്. പക്ഷേ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. അതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ ഞങ്ങൾ ഇതേ പുറപ്പെട്ടു. ഞാനൊരു സ്കേർട്ടാട്ടോ ഇടുന്നത്. അപ്പം എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഇരുന്നത് അവൻ്റെ വണ്ടീൻ്റെ പുറകെ. ഞാനാണ് ഇപ്പോൾ ഇപ്രാവശ്യം സജസ്റ്റ് ചെയ്ത ഒരു ഹോട്ടൽ, ഒരു ചൈനീസ് റെസ്റ്റോറൻ്റാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഗൂഗിളിൽ നോക്കി സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇവരാരും ഇതിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ചെറിയ കടയായിരുന്നു. ഫോട്ടോയിൽ നോക്കിയപ്പോൾ വലിയ സംഭവമൊക്കെ ആയിട്ട് തോന്നി. ഇനി ബാക്കി ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. എങ്ങനെ മോശമായി കഴിഞ്ഞാൽ ചിന്തു എന്നെ കൊല്ലുന്ന ഉറപ്പ്. ഞാനിത് അല്ലേ ഓൺലൈനിൽ നോക്കിയിട്ട് അപ്പൊ ഒരു ബിങ് ബോങ് എന്ന് പറ്റിയ ഫോട്ടോ കാണാൻ ഭയങ്കര സ്റ്റൈല്, നല്ല അടിപൊളി ഒത്തന്റിക് റെസ്റ്റോറന്റ് ഒക്കെ പോലെ തോന്നി. ഭയങ്കര ഞങ്ങള് പുറത്തൊക്കെ അച്ഛൻ ചാടി കയറി. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് കണ്ടപ്പോ കയറണ്ടെന്ന് വിചാരിച്ചപ്പോ അച്ഛൻ കയറി. എന്നിട്ട് അപ്പൊ എന്തായാലും ഇവിടെ ഞങ്ങൾ ഒരു ഡിഷ് വാങ്ങിച്ചിട്ട് മൈക്കില്ല. സോറി. അപ്പൊ ഞങ്ങള് പുറത്ത് നിൽക്കായിരുന്നു, ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചു, ഇവിടെ കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അച്ഛനിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഇങ്ങനെ അമ്മ അപ്പൊക്കെ ഐഡിയ ഇട്ടെ ഞാൻ ഫോൺ ചെയ്യാം, അപ്പം നമ്മൾക്ക് ഇറങ്ങി പോവാം, കുറേ ആൾക്കാരൊക്കെ വരാണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആ കോക്കനട്ടിൽ പോകാൻ കാണിച്ചില്ലേ വീഡിയോ ഇതിന് മുന്നേ. അവിടെ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇരിക്കുമ്പോഴേക്ക് ഇവർ വിടുന്നില്ല. ഇവരെന്താ വേണ്ടേന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഇപ്രാവശ്യം ഇവിടെ നയിക്കുന്നില്ലേ, അടുത്ത പ്രാവശ്യം അവിടെ പോകുമ്പോൾ എന്നെയും കൂട്ടാണ്ട് ഇവര് പോയി കഴിഞ്ഞാലാണ് ഇപ്പൊ ഞാൻ വന്നിട്ട് എന്നെ കൂട്ടിയില്ല. കോക്കനട്ട് എന്നെ കൂട്ടിട്ട് പോയാൽ മതി. അല്ലതിന് മുന്നേ വീട് നമ്മൾ ഹോട്ടലിൽ പോയില്ലേ, നമ്മളൊന്നിച്ചോ പോയിട്ടില്ലല്ലോ കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുന്നേ ആര്യഭവനിലെ കല്യാണത്തിന് മുന്നേ, ഇപ്പത്തെ കല്യാണത്തിന് ശേഷത്തെ ഫസ്റ്റ്. അതിനുശേഷം ഐശ്വര്യമായിട്ട് ചൈനീസ് കഴിക്കാൻ വന്നതാ. ഒന്നാമത് ചൈനീസ് ഇവിടെ മറ്റേ സ്ട്രീറ്റ് ആ സംഭവങ്ങളെ കിട്ടുള്ളൂ നല്ലത്. എന്തൊക്കെ ഓർഡർ ചെയ്തോന്നറിയാം. സാട്ടാ ബാട്ട എന്താണ്, ക്രിസ്പി ചിക്കൻ, പിന്നെ ക്രിസ്പി ചിക്കൻ അല്ല, ചിക്കൻ ക്രിസ്പി. എന്നിട്ട് വേറെ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ഓർഡർ ഞങ്ങള് ഒരു ചിക്കൻ ബേൺ ഗാർലിക് റൈസ് അത് ഒരെണ്ണം, പിന്നെ ചിക്കൻ ദാൽ മീ നൂഡിൽസ് ചിക്കൻ, അത് ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ ഞാനൊരു ഹാഫ് ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചില്ലി ചിക്കൻ സെമി ഗ്രേവി, പിന്നെ ഒരു ചിക്കൻ ക്രിസ്പി, പിന്നെ അച്ഛന് വേണ്ടി അച്ഛന് ഇഷ്ടമുള്ള ചിക്കൻ സൂപ്പ്, മഞ്ചാവ് സൂപ്പ്, എന്തോ ഒരു സൂപ്പ്
ഒക്കെ വരും. ഇവിടെ ആക്ച്വലി ടേക്ക് അവേ ഭയങ്കര കൂടുതലാണ്. ആൾക്കാർ വന്ന് കഴിക്കുന്നില്ലെങ്കിലും ഞങ്ങളത് നോക്കി ഇവിടെ ആരും ഇല്ല. പക്ഷെ ടേക്ക് അവേ നല്ലോണം ഉണ്ട്. ഇപ്പോൾ പോയോ ഞാൻ ഓർഡേഴ്സൊക്കെ പോയി. ഇവിടെ തായ് എന്താണ് ഈ തായ്? കുറെ തായ് സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. എന്താണെന്ന് അറിയില്ല. ഈ തായ് സ്പെഷ്യൽ തായ് क्या है एक्चुअली इसमें? थाई एक्चुअल में आपको कोकोनट मिल्क यूज होता है मैडम. अच्छा स्वीटनेस आएगा उसमें. നമ്മളോടാണ് പറഞ്ഞിരുന്നത്. ചില ഇവരുടെ ഡിഷിലൊക്കെ അങ്ങനെയാണ് അല്ലേ? കോക്കനട്ട് തായ് ഡിഷസിൽ നീ എന്താ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കില്ല. നീ ജസ്റ്റ് പറഞ്ഞത് ചിക്കൻ ക്രിസ്പി നല്ല ചൂടുണ്ട്. കുഴപ്പമില്ല. സോറി. ഞാൻ ഒന്നും കഴിച്ച രണ്ടാമത് എങ്ങനെയുണ്ട്? ഞാനല്ല നീ കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട്. നോർമൽ. എനിക്ക് കൂടുതൽ അന്ന് പറഞ്ഞിട്ട് അമ്മാടി ഫ്രൈഡ് റൈസ്. ഇവിടെ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് കാണിച്ചാൽ ചെന്ത് കാണിക്കും. ഇതാണ് ഇവിടെ ഷീസ്വാൻ ചട്നി ആയിട്ട് യൂസ് ചെയ്യുക. നാട്ടിൽ ടൊമാറ്റോ സോസാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തരിക. ഇവിടെ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ സോസ് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നാട്ടിലെ ഷെസ്വാൻ സോസൊക്കെ കൊടുക്കും. ചിന്തൂരും വേണ്ടേ? എനിക്ക് എന്താ ഫസ്റ്റ് എൻ്റെ പേര് പറയണം. അവൻ്റെ കുഞ്ഞു കുട്ടിയാണോ? ഞാനല്ല ഏറ്റവും ചെറുത വീട്ടില്. ഇത് വേണോ? അയ്യോ എനിക്ക് ഡേജാവ് ആണ് ചിന്തു. ഞാൻ അങ്ങനെ അമ്മേനെ പറഞ്ഞ 10 പ്രാവശ്യം നിന്നോട് ഇത് വേറെ. അതാണ് ഞാൻ ചോദിച്ചത്. അവന് നൂഡിൽസ് ആണ് വേണ്ടത്. വേണ്ട എനിക്ക് നൂഡിൽസ് ഫുള്ള് കഴിക്കാനുള്ള. ഞങ്ങളൊക്കെ റൈസ് വാങ്ങിയപ്പോൾ ഒരാൾ അതിസാഹസികമായി നൂഡിൽസ് കഴിക്കുന്നു. ബ്രൊക്കോളി ഒക്കെ ഉണ്ട്. ചമ്മന്തി ഭംഗിയല്ല പ്ലേറ്റ്. അച്ഛൻ്റെ വിന്നർ ഇങ്ങനെ നമ്മള് ചട്ടൊക്കെ അവിടെ ആക്കി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡ് അത്ര വലിയ ഗംഭീരമെന്ന് പറയാനില്ല.
പക്ഷെ ഓക്കെ കുഴപ്പമില്ല. കുഴപ്പമില്ല, അത്ര മോശമല്ല. മോശമെന്ന് പറയാം. അമ്മ ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ഉറക്കം വരുന്നവ തൂങ്ങണത് ഉറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു പറ. കുഴപ്പമില്ല, അത്ര മോശമൊന്നുമല്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കളിയാക്കണ അത്ര മോശമൊന്നുമല്ല. ഇതിന്റെ നീ പറ എങ്ങനെയുണ്ടായിരുന്നു. അത്ര മോശം ആവറേജ്. ഇത് കുഴപ്പമില്ല. ഞാൻ ഡെയിലി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കടയിൽ നിന്ന് മുപ്പറ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോയാൽ ലഞ്ചിന് ഇങ്ങനത്തെ കടയിലൊക്കെ എന്നിട്ട് കഴിക്കും. ബസ് ഇതിനെക്കാട്ടും നല്ല കടയിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് എൻ്റെ സ്കൂളാണ്, തൊട്ടപ്പുറത്ത്. ഞാൻ പണ്ട് ഇവിടെ കുറേ വന്നതാണ്. വീട് സ്ഥലത്തിൻ്റെ പേരൊക്കെ മാറ്റി. ഇത് ഇടോ സ്ഥലോ. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇതേപോലെ ഡെസേർട്ട് കഴിക്കാൻ തോന്നി. ജിമ്മൊക്കെ തുടങ്ങി കണ്ടിന്യൂ ആയി. മൈക്ക് വേണ്ട, അതൊന്നുമില്ല. അത് ഞാൻ പിന്നെ വാ നടക്കാം. ഇവിടെ എന്തായിരിക്കും കിട്ടുക? ലൈറ്റില്ല. ഇവിടുന്ന് കഴിക്കണേ. നിങ്ങൾ ഇവിടുന്ന് കഴിച്ചോ? നീ അച്ഛനും സ്പെഷ്യലാണ്. എന്താണത്? അതെനിക്ക് തരും.